തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണിയേശുവിൻ്റെ പിറവിക്കായുള്ള ഒരുക്കത്തിൽ പരിശുദ്ധയമ്മ ഒരുങ്ങിയ ആത്മീയ ചുവട് പിടിച്ച് നമുക്കിന്നൊന്ന് ഒരുങ്ങാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ദൈവത്തിൻ്റെ കൃപയെ അധരത്തിൽ, ഹൃദയത്തിൽ, ഉദരത്തിൽ സ്വീകരിച്ച് സമർപ്പണത്തോടെ അമ്മ സഞ്ചരിച്ച വഴികൾ ഞങ്ങളുടെ വഴികളാവട്ടെ. ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ ഏറ്റവും അടുത്ത ഈ നാളുകളിൽ ഏറെ അനുഗ്രഹത്തോടുകൂടെ ഒരുങ്ങി ഹൃദയത്തെ പുൽക്കൂടാക്കാൻ, ജീവിതത്തെ സ്വർഗത്തിനും പ്രിയപ്പെട്ടവർക്കും പ്രിയപ്പെട്ടതിനുമൊക്കെ ഇണങ്ങും വിധമൊന്ന് രൂപാന്തരപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണേ. പരിശുദ്ധ അമ്മ, വിശുദ്ധ ഔസേപ്പ് പിതാവ്, അവർ പുൽക്കൂടിൻ്റെ സമീപത്തായിരിക്കുന്ന അതേ മനസ്സോടെ ഈ വചന നിമിഷങ്ങളിലായിരിക്കാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 38 വരെയുള്ള തിരുവചനത്തിലാണല്ലോ നമ്മൾ പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്തയെ കാണുന്നത്. നമുക്കെല്ലാവർക്കും ഏറെ പരിചിതമാണ് ഈ തിരുവചനം, അതിൻ്റെ ആത്മീയത. ഇന്ന് ഈ ക്രിസ്മസിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലായിരിക്കുമ്പോൾ ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത് അമ്മ എങ്ങനെ ക്രിസ്മസിനൊരുങ്ങി എന്നൊരു ചിന്തയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം പടിപടിയായിട്ട് ഉണ്ണിയേശുവിനെ സ്വീകരിക്കാനായിട്ട് സജ്ജമായ ആത്മീയതയുടെ ഉണർത്തുകൊണ്ട് സമ്പന്നമായ തിരുവചനമാണ് ലൂക്കാ സുവിശേഷത്തിൽ മംഗളവാർത്തയോട് ബന്ധപ്പെടുത്തി അവതരിപ്പിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം. അമ്മയെക്കുറിച്ച് മാലാഖയുടെ വാക്കുകൾ നമുക്ക് ഏവർക്കും പരിചിതമാണ്. ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധയമ്മ. അറിഞ്ഞുമറിയാതെയും കൃപയുടെ നിറവിൽ ജീവിക്കേണ്ട ഓരോ ജീവിതങ്ങളും കൃപയുടെ കുറവിൽ ജീവിച്ച് അനുഗ്രഹത്തിൻ്റെ വഴിയിൽ നിന്നും ആഗ്രഹങ്ങളുടെ വഴിയിലേക്ക് മാറിയിട്ട് അഭിഷേകത്തിൽ നിന്നും ആത്മീയതയുടെ കൃപകളില്ലാത്ത ജീവിത ശൈലിയിലേക്ക് എത്തിയിട്ട് വളരെ ഭയാനകമായി കൃപകളെല്ലാം പറ്റി ലോകത്തിൻ്റെ വളരെ ഭയപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് എത്തുന്നത് കാണുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആദ്യ കുർബാനയ്ക്കൊരുങ്ങുന്ന കുഞ്ഞിനെപ്പോലും ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് സുന്ദരിയാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ആധുനികതയുടെ ഭയപ്പാടിനെക്കുറിച്ച് ഒരു വന്യവയോധികൻ പങ്കുവെച്ചത് ഓർമ്മിക്കുന്നുണ്ട്. ഏറെ ഒരുക്കത്തോടു കൂടിയിട്ട് ആത്മാവിൽ ഈശോയെ ഇരുത്താനായിട്ടുള്ള ഏറെ തീക്ഷ്ണമായ ഒരുക്കത്തിൻ്റെ പ്രവൃത്തിയുടെ ഒടുവിൽ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് അലങ്കരിച്ചിറക്കുന്ന ഭയപ്പെടുത്തുന്ന അനുഭവം. അവിടെ പരിശുദ്ധയമ്മ പറയുകയാണ്, ഗ്രേസ്ഫുൾ ആകണം, ബ്യൂട്ടിഫുൾ ആകുന്നതിലല്ല ക്രിസ്തുവിൻ്റെ ജനനം സാധ്യമാവുക. നമ്മെ ഓരോരുത്തരെയും ഈ ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ ദിവസങ്ങളിൽ പരിശുദ്ധയമ്മ ക്ഷണിച്ചുകൊണ്ട് പറയാണ്, അമ്മയെക്കുറിച്ച് മാലാഖയാണ് പറഞ്ഞത്, സ്വർഗമാണ് അടയാളപ്പെടുത്തിയത്, അമ്മ ഫുൾ ഓഫ് ഗ്രേസ് ആണെന്ന്, കൃപ നിറഞ്ഞവളാണ് എന്ന്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുക എന്നത് കൃപാനിറവോടുകൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നാണെന്ന് പറയാനാ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത്. കഴിവ് കൊണ്ടും ബുദ്ധി കൊണ്ടുമൊക്കെ ജീവിച്ചിരുന്ന ഒരു പഴയ കാലത്തിൻ്റെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ നാളിൻ്റെ മേഖലയിൽ ഇന്ന് മനുഷ്യരെത്തി നിൽക്കുന്നത് കൃപ കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന, കൃപയുള്ളവർ നിലനിൽക്കുന്ന ഒരു അനുഭവത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും അവസ്ഥയിലാണ്. അവിടെ പരിശുദ്ധയമ്മ പറയുകയാണ്, അമ്മയുടെ ജീവിതം ഉണ്ണിയേശുവിനെ സ്വീകരിക്കാനായിട്ട് എടുത്തു വെച്ച ആദ്യത്തെ ചുവടിൻ്റെ പേരാണ് ഗ്രേസ്ഫുൾ, കൃപ നിറഞ്ഞവൾ ആയി എന്നത്. അപ്പോൾ അമ്മയോടൊപ്പമുള്ള ഈ തീർത്ഥാടനത്തിൽ ആദ്യം മനസ്സിൽ കുറിക്കേണ്ടത് എൻ്റെ ജീവിതം കൃപ നിറഞ്ഞ ജീവിതമാണ്. ചില കുഞ്ഞുങ്ങളെയൊക്കെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിട്ട് അവർ ബോധപൂർവകമോ അല്ലാതെയോ പങ്കുവെക്കുന്ന ഒരു കാര്യമുണ്ട്. അച്ഛാ, കഴിവുണ്ട്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, സാധ്യതകൾ ഒരുപാടുണ്ട്, പക്ഷേ എന്തോ ഒരു കുറവുണ്ട്. ആ കുറവിൻ്റെ പേരാണ് കൃപയുടെ കുറവ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറയും ദൈവാനുഗ്രഹത്തിൻ്റെ കുറവ്. ദൈവാനുഗ്രഹത്തിൻ്റെ കുറവ്. ബാക്കി എല്ലാം ഉണ്ടായിരുന്നാലും ഒരു ജീവിതം അതു ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ കാറ്റിലും കോളിലും പെട്ട് തകർന്നടിയാതിരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ടത് കൃപയാണ് എന്ന് വിശുദ്ധ പൗലോസ് 2 കൊറിന്തോസ് 12:9 പറയും.
തമ്പുരാൻ്റെ മുമ്പിൽ കുറവ് മാറ്റാനുള്ള അന്വേഷണവും ആഗ്രഹവുമായി എത്തിയവൻ ഒടുവിൽ കൃപ കൊണ്ട് നിറഞ്ഞു മടങ്ങുകയാണ്. ബലഹീനതയിൽ ശക്തി പ്രകടമാകുന്നുവെന്ന ദൈവത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിൻ്റെ തണൽ പറ്റി പിന്നീട് പൗലോസ്ലീഹ ജീവിതത്തെ, ഈ കൃപാനിറവുള്ള ജീവിതത്തെ അത്ഭുതമാക്കി. അത് നമുക്കിന്നും അനുഭവവേദ്യമാണ്. അമ്മ കടന്നുപോയ ആദ്യത്തെ വഴി കൃപയുടെ വഴിയാണ്. പുൽക്കൂട് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പം കൃപ നിറയാൻ വേണ്ടിയിട്ട് അമ്മയെപ്പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൃപാനിറവിൻ്റെ സാധ്യതകൾക്ക് ഒരു തടസ്സവുമില്ലാതെ അത് അനർക്കളമായിട്ടൊഴുകാൻ ആഗ്രഹത്തോടെ, ആത്മാർത്ഥതയോടെ നമ്മൾ ശ്രമിക്കണം. പരിശുദ്ധിയമ്മ തൻ്റെ ജീവിതത്തിൽ ചെയ്ത രണ്ടാമത്തെ പ്രവൃത്തിയായിട്ട് ലൂക്കാസ് സുവിശേഷം 1:26 മുതൽ നമ്മൾ വായിക്കുമ്പം കാണുന്നത്, അവൾ വചനം കേൾക്കാനായിട്ട് സന്നദ്ധയായി. അതായത് വചനം കേൾക്കാനായിട്ട് സന്നദ്ധമാകുന്ന, വചനമാണ് മാംസമായിട്ടും മാംസം ധരിച്ച ക്രിസ്തുവായിട്ടും ഈ പുൽക്കൂടിൽ 2021 ഡിസംബർ 24 പാതിരാവിൽ ജന്മമെടുക്കുക. 2000 കൊല്ലങ്ങൾക്കപ്പുറം ജനിച്ച ഒരു ക്രിസ്തുവിൻ്റെ ഫോട്ടോസ്റ്റാറ്റോ ഡ്യൂപ്ലിക്കേറ്റോ കൊണ്ടുവന്ന് പുൽക്കൂട്ടിൽ വെക്കുകയല്ല. എൻ്റെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ക്രിസ്തുവിന് ജനിക്കാൻ സാധ്യമാകണമെങ്കിൽ ഈ 2021 ഉണ്ണിയേശുവിൻ്റെ പിറവി എനിക്കും എൻ്റെ ജീവിതത്തിനും എൻ്റെ കുടുംബത്തിനും അനുഭവവേദ്യമാകണമെങ്കിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വചനത്തെ സ്വീകരിക്കാൻ തക്ക വിധമുള്ള ഹൃദയനിലങ്ങളിലെ ഒരുക്കം സാധ്യമാകണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ, ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ ഈ ആഴ്ചയിലൊക്കെ ഏറ്റവും തീക്ഷ്ണമായിട്ട് പരിശുദ്ധയമ്മ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചതുപോലെ വെറുതെ ഇങ്ങനെ വായിച്ച് കടന്നു പോവുകയല്ല, ഹൃദയത്തിൽ വചനത്തിനിണങ്ങുന്ന വിധം ജീവിതത്തിൻ്റെ നിലപാടിന് നിയതമായ ചില മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തീരുമാനമെടുക്കണം. വചനത്തെ ഇങ്ങനെ നെഞ്ചിലേറ്റി നടക്കുന്ന ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരു സഹോദരിയെ പരിചയമുണ്ട്. തമ്പുരാൻ പറഞ്ഞതിനകത്ത് മായം ചേർക്കാതെ ജീവിക്കാനായിട്ട് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അരികിൽ പോയി ചോദിച്ച അനുവാദം പോലെ, സുവിശേഷം സത്യമാണോ മാർപ്പാപ്പേ? മാർപ്പാപ്പ പറഞ്ഞു, ഉറപ്പ്. അതിലെ കാര്യങ്ങളിൽ മായമില്ലല്ലോ. ഒന്നുമില്ല. എങ്കിൽ ഇതങ്ങനെ തന്നെ അക്ഷരം വിട്ടുപോകാതെ, ആത്മീയത ചോർന്നു പോകാതെ ജീവിക്കാനുള്ള കൃപ തരണേ എന്നാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് അനുഗ്രഹത്തിന് വേണ്ടി യാചിച്ചത്. ഈ സഹോദരിയും പറയാം, വചനം എൻ്റെ ജീവിതത്തിൽ സത്യമാണ് എന്നും വചനത്തോട് വിശ്വസ്തതാപൂർവകമായ ആഭിമുഖ്യം സ്വീകരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന് പരാജയം ഉണ്ടാകില്ല എന്നും ബോധ്യം കിട്ടിയതിൽ പിന്നെ വചനം തെറ്റിക്കുമ്പം ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങലും വേദനയും നൊമ്പരവും അനുഭവപ്പെടുകയാണ്. അമ്മ കടന്നുപോയതും സ്വർഗത്തിൻ്റെ വചനത്തെ തൻ്റെ ഹൃദയത്തിലിട്ട് അതിനെ ഒന്ന് കാച്ചിക്കുറുക്കിയപ്പം അമ്മയ്ക്കൊരു ബോധ്യം കിട്ടി, അമ്മയ്ക്കൊരു വെട്ടം കിട്ടി. ഈ വചനം അത്ര ലളിതമായിട്ട് ദഹിക്കുന്നതല്ല, ഇതെൻ്റെ ഹൃദയത്തിൽ കൃത്യമായിട്ടും ദൈവിക ഇടപെടൽ കൊണ്ട് മനസ്സിലായി അതിനെ അനുഗ്രഹമാക്കേണ്ടത്. അപ്പോൾ ഈ ക്രിസ്മസ് ഒരുക്ക കാലത്ത് നമ്മൾ ഓരോരുത്തരും ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിക്കാൻ, ഹൃദയവിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന ഒന്നിലേക്കും ചിന്തയും ആഗ്രഹങ്ങളും വഴിമാറാതെ അത്തരം വഴിതെറ്റലുകൾ സാധ്യമാകാത്ത വിധം, അത്തരം വഴിതെറ്റലുകൾ നിഷേധിക്കുന്ന വിധം ജീവിതത്തെ ഒന്ന് മാറ്റാൻ തീരുമാനമെടുക്കണം. അതാണ് പരിശുദ്ധയമ്മ പഠിപ്പിക്കുക, ഈ ഹൃദയത്തിൽ ഇങ്ങനെ വചനത്തെ സൂക്ഷിക്കാൻ. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൽ 18 മുതൽ തിരുവചനത്തിൽ, നിന്റെ ഹൃദയത്തിലും മനസ്സിലും വചനം സൂക്ഷിക്കണം, നിന്റെ കയ്യിൽ നീ വചനം കെട്ടണം, നെറ്റിയിൽ പട്ടമായിട്ടു ധരിക്കണം, നിന്റെ കട്ടിളപ്പടിയിലും പടിവാതിൽക്കലും വചനം കൃത്യമായിട്ടും ഉണ്ടാകണം. നീ വീട്ടിലായിരിക്കുമ്പോഴും ഉണരുമ്പോഴും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ വചനം നിൻ്റെ ജീവിതത്തിലുണ്ടാവണം. സങ്കീർത്തകൻ ഓർമ്മപ്പെടുത്തും പോലെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായിട്ട് ജീവിതത്തിൻ്റെ സമസ്ത ഇടങ്ങളെയും സ്വാധീനിക്കുന്ന ഒന്നായിട്ട് തിരുവചനത്തെ ചേർത്ത് വയ്ക്കണം. അത് സൂക്ഷിക്കേണ്ടത് ഹൃദയാന്തരാളത്തിലാണ്. ഹൃദയത്തിൻ്റെ നിറവിലേക്ക് വചനത്തിൻ്റെ അഭിഷേകത്തെ ചേർത്ത് വച്ചാൽ ക്രിസ്മസിൽ ഉണ്ണിയേശുവിനെ നിനക്ക് അമ്മ സ്വന്തമാക്കിയതുപോലെ സ്വന്തമാക്കാനായിട്ട് കഴിയും. അമ്മ ചെയ്ത മൂന്നാമത്തെ ഒരു പ്രവൃത്തി അത് തെല്ലു ബുദ്ധിയോട് ബന്ധപ്പെടുത്തിയിട്ട. അമ്മ കേട്ട വചനത്തെ ഉള്ളിലിട്ടൊന്ന് ചിന്തിക്കാനായിട്ടും അതിൻ്റെ അർത്ഥങ്ങളെ, ആഴങ്ങളെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഒന്ന് സവിസ്തരം മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഈ ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ നാളുകളിൽ നമ്മുടെ ഉള്ളിൽ അകക്കാമ്പിൽ പരിശുദ്ധയമ്മയെപ്പോലെ വചനത്തെ ഇങ്ങനെ കൂടുതൽ ചിന്തയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട്, സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഹെർമൻ ഹെസയുടെ ആ നോവലിനകത്ത് പറയും പോലെ, സിദ്ധാർത്ഥൻ്റെ യോഗ്യതകൾ ഐ ക്യാൻ തിങ്ക്, ഐ ക്യാൻ വെയിറ്റ്, ഐ ക്യാൻ ഫാസ്റ്റ്.
എനിക്ക് ചിന്തിക്കാനും കാത്തിരിക്കാനും ഉപവസിക്കാനും കഴിയും. ഇതാണ് എൻ്റെ യോഗ്യതയെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞതുപോലെ ഓരോ വ്യക്തിയുടെയും വിശ്വാസിയുടെയും ജീവിതത്തിൽ ചിന്തയുടെ മേഖലയെ വല്ലാതെ ഈ കാലം അപകടപ്പെടുത്തിയിരിക്കുമ്പം ചിന്തയെ സ്വാധീനിക്കുന്ന, ചിന്താധാരകളെയൊക്കെ വഴിതെറ്റിക്കുന്ന, അപജയത്തിലേക്ക് നയിക്കുന്ന ഇടങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി കൂടെ നമ്മൾ ഈ ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ നാളുകളിൽ ശ്രദ്ധിക്കണം. ഇന്ന് ചിന്തയിൽ വഴിപിടച്ച ഒരുപിടി ജീവിതങ്ങളെ കാണാൻ പറ്റും. തെറ്റായ ചിന്തകൾ കൊണ്ട് ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ കുരുന്നു ജീവിതങ്ങളിലേക്ക് ഈ ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ, അശുദ്ധിയുടെ കെട്ടുപാടുകൾ, പൈശാചിക ബന്ധനങ്ങൾ എന്ന് വിളിക്കാവുന്ന വിധം വളരെ അപകടകരമായിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തെ ചിന്തയ്ക്കതീതമായി അപകടപ്പെടുത്തുന്ന ഒരു പിടി കാര്യങ്ങൾ. നമ്മളൊക്കെ പണ്ട് 10, 15, 14 അല്ലെങ്കിൽ അതിനപ്പുറം പ്രായമുള്ള കുഞ്ഞുങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ സങ്കല്പിച്ചിരുന്ന, അല്ലെങ്കിൽ അവരുടെ ചിന്തയിലുണ്ടായിരുന്ന അപജയങ്ങൾ ഇന്ന് 8, 10 വയസ്സുള്ള കുഞ്ഞു ജീവിതങ്ങളിലേക്ക് എത്തിപ്പെടുക എന്ന് വെച്ചാൽ ചിന്തിക്കാൻ പോലും ആവില്ല. തൻ്റെ കൂടപ്പിറപ്പുകളെ കൂടപ്പിറപ്പുകളായിട്ട് കാണാൻ, പെങ്ങളെ പെങ്ങളായും അമ്മയായും കാണാൻ പോലും കഴിയാത്ത വിധം ബുദ്ധിയിൽ നിന്ന് അന്ധകാരം ബാധിച്ച് ഒരുപിടി ജീവിതങ്ങളെ കണ്ടുമുട്ടുന്നുണ്ട്. സ്വന്തം കൂടപ്പിറപ്പുകളോട് പോലും ആദരവിൻ്റെ, അടിസ്ഥാനപരമായ മൂല്യത്തിൻ്റെ നിലപാടില്ലാത്ത വിധം അപകടപ്പെട്ടൊരു ഭയാനക സംസ്കാരത്തിൻ്റെ ഭാഗമായി ലോക്ക്ഡൗൺ മൂലമൊക്കെ കൊച്ചു ജീവിതങ്ങളിലേക്ക് പോലും എത്തിയത് ചിന്തിക്കാൻ കഴിയാത്ത വിധമുള്ള ഭയപ്പെടുത്തുന്ന നെഗറ്റീവ് എനർജികൾ. കുഞ്ഞുങ്ങളെ ഇന്ന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിധം ജീവിതം മാറിയിരിക്കുക. അല്പനേരം പോലും സ്വസ്ഥതയോടുകൂടെ ഇരിക്കാൻ കഴിയാത്ത വിധം മാറിയിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം 2 കുഞ്ഞുങ്ങൾ അവരെ ഒരു വീട്ടിൽ വന്നപ്പം ആ വീട്ടുകാർ അവസാനം സത്യം പറഞ്ഞ അച്ഛൻ ഇറക്കി വിടാൻ തോന്നി. എന്ന് വെച്ചാൽ ഒരു വീടിനകത്ത് അവർ വളരെ പവിത്രമായും നന്നായും കൈകാര്യം ചെയ്യുന്ന, വൃത്തിയിലും വെടുപ്പിലുമൊക്കെ ക്രമപ്പെടുത്തി വെച്ചിരിക്കേണ്ട കാര്യങ്ങളെയൊക്കെ ക്ഷണനേരം കൊണ്ട് തകിടം മറിച്ച് തവിട് പൊടിയാക്കുകയാണ്. കാലും കയറ്റി വെച്ചിരിക്കുന്ന ഇരിപ്പ് വല്ലാതെ ഈ ഉടമസ്ഥരെ ഭാരപ്പെടുത്തിയിട്ട് സ്നേഹപുരസ്സരം അവർ ഒടുവിൽ പറഞ്ഞു വിട്ടു, ഇനി പിള്ളേരെ കൊണ്ടുവരണ്ട കേട്ടോ. അടിസ്ഥാനപരമായിട്ടൊരു കുഞ്ഞിൻ്റെ ചിന്താമേഖലയെ ഈ ആധുനികതയുടെ ലോക്ക്ഡൗൺ മൂലം വളരെ പ്രത്യേകമായും ഓൺലൈൻ പഠനങ്ങളിലൂടെ അതിനെ കൂടുതൽ വർദ്ധമാനമാകുന്ന വിധവും കുഞ്ഞുങ്ങളിലേക്ക് ഒരു പരിധിവരെ അടിച്ചേൽപ്പിക്കപ്പെട്ടപ്പോൾ ഈ ചിന്താമണ്ഡലത്തിൽ വൈകൃതങ്ങളും തെറ്റായ ശൈലികളും അരുതാത്ത ഇണക്കങ്ങളും പിണക്കങ്ങളുമൊക്കെ രൂപപ്പെട്ടതുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്ത് നല്ല ഒരുക്കം ഉണ്ടാവണം. ചിന്തയുടെ മേഖലയിലേക്ക് ദൈവത്തിൻ്റെ കൃപാഭിഷേകം ഒഴുകാൻ വേണ്ടിയിട്ട് റോമാലേഖനം 12:3 പറയും, എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് കൃപ നിറഞ്ഞുകൊണ്ടാണ് ചിന്തയെ വിശുദ്ധീകരിക്കേണ്ടത്. അത് മനസ്സിൽ കൃത്യമായിട്ടും ഉണ്ടാകണം. അതുകൊണ്ട് ഈ വചനത്തെ പരിശുദ്ധയമ്മ ചിന്തയിലേക്ക് വിട്ടുകൊടുത്ത് പുനർവായനയ്ക്കും പുനർവിചിന്തനത്തിനും വിഷയീഭവിപ്പിച്ചതുപോലെ നാം ഓരോരുത്തരും ഈ ക്രിസ്മസ് നാളിൽ അമ്മ പഠിപ്പിക്കുന്ന 3ാമത്തെ പാഠത്തെ നന്നായിട്ടൊന്ന് ജീവിതത്തിൽ സ്വന്തമാക്കണം. അമ്മ വീണ്ടും ചെയ്ത മറ്റൊരു പ്രവൃത്തിയായിട്ട് ലൂക്കാസ് സുവിശേഷം 1 ഈ 26 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, അമ്മ തമ്പുരാൻ്റെ അരികിൽ ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും നടത്തി. ബോബിയച്ചൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, ലേൺ ടു ആസ്ക് റൈറ്റ് ക്വസ്റ്റ്യൻസ്. കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ജീവിതത്തിനും ജീവിതാന്തസ്സിനും ഇണങ്ങുന്ന ചോദ്യ വ്യത്യാസങ്ങളുണ്ട് എന്ന് ഓർമ്മിക്കണം. എല്ലാ ചോദ്യങ്ങളും എല്ലാവർക്കും എല്ലാവരോടും എല്ലാ സമയത്തും ചോദിക്കാൻ അവകാശമില്ല. അപ്പനോട് മകന് ചോദിക്കാവുന്ന ചോദ്യത്തിന് ചില അടിസ്ഥാനപരമായ നിബന്ധനകളുണ്ട്. മകൻ അപ്പനോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും സമർപ്പിത ജീവിതങ്ങൾക്ക് പരസ്പരവും. അപ്പോൾ ഓരോ ജീവിതാന്തസ്സിനും ഇണങ്ങുന്ന വിധം നമ്മുടെ ചോദ്യത്തിൻ്റെ ശൈലിയിൽ തെല്ലുമാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായിട്ട് രൂപാന്തരപ്പെടൂ എന്ന് തിരിച്ചറിയണം. ഇന്ന് പലപ്പോഴും ആരോട് എന്ത് ചോദിക്കണമെന്ന് അറിയാത്ത ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി, എന്തുത്തരം പറയണമെന്നറിയാത്ത ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മുടെ പുത്തൻ തലമുറ മാറുക. അതുകൊണ്ട് ചില മാതാപിതാക്കളൊക്കെ അമ്മച്ചിമാരൊക്കെ പറയണത് വളരെ വേദനയോടെ കേട്ടിട്ടുണ്ട്. ഒന്നും ചോദിക്കാൻ പറ്റില്ല, എന്താ വായി എന്ന് വരിക എന്ന് പറയാൻ പറ്റില്ല. കൊച്ചു പിള്ളേരുടെ കഥയെ പറയും. 5, 8 വയസ്സുള്ളൊരു കുഞ്ഞിനോട് ഊരുറപ്പിച്ച് ഒന്നും ചോദിക്കാനാവില്ല എന്നൊരു വെല്ലുവെച്ച് പറയുമ്പം അതെത്രയോ സത്യസന്ധമായ ഒരു കാര്യമാണ്. ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക്
ശരിയായത് ചോദിക്കാനും കൃത്യമായിട്ട് മറുപടി പറയാനും പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് സ്ഥാനത്തെ ബഹുമാനിച്ചുകൊണ്ട് അത് പറയാനായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഒരു അടിസ്ഥാനപരമായ ഒരു പരിശീലനത്തിലേക്ക് നമ്മൾ എത്തണം. അതിൻ്റെ പരിപൂർത്തിയായിട്ട് ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ ഈ അവസാനത്തെ ആഴ്ച മാറട്ടെ. വളരെ കൃത്യമായിട്ട് ചോദിക്കണം. മക്കൾ മാതാപിതാക്കളോടും മുതിർന്നവരോടും പ്രത്യേകിച്ച് വീട്ടിൽ തന്നെ നമ്മൾ ഇത്തരം പരിശീലനങ്ങളൊക്കെ നടത്തിയില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി നാണം കെടും. വലിയ ഒരു കുടുംബത്തിൻ്റെ ജീവിതക്കുറിപ്പ് വായിച്ചത് പറഞ്ഞു കേട്ടത് മനസ്സിലുണ്ട്. ആരാണെന്നോ ആളാണെന്നോ ഒന്നും പറയാൻ ആഗ്രഹിക്കാതെ അത്യാവശ്യം കോളേജിൽ പഠിപ്പിക്കുന്ന ഏറ്റവും ഉന്നതസ്ഥാനീയനായ ഒരു വ്യക്തി വീട്ടിലേക്ക് കടന്നു വരുമ്പം വീടിൻ്റെ ഉമ്മറപ്പടിയിൽ നിന്ന് 4-5 വയസ്സ് പ്രായമുള്ള മകൻ ഇയാളെ എവിടെയോ കണ്ടുപരിചയമുണ്ടല്ലോ എന്ന തെല്ലു വേദനിപ്പിക്കുന്ന എന്നാൽ കളിയാക്കുന്ന ഒരു ചോദ്യം ചോദിച്ച് നാണം കെട്ട കുറിപ്പ് പറഞ്ഞ ഒരു കുടുംബത്തിൻ്റെ അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. എന്നുവെച്ചാൽ ഒരു കുടുംബത്തിലായിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് എന്തു ചോദിക്കണമെന്നും ഉത്തരം ചോദ്യത്തിനാനുപാതികമായിട്ട് എങ്ങനെ പറയണമെന്നും അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യബദ്ധമായ ഇടങ്ങളിൽ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. നമ്മളത് പരിശീലിപ്പിച്ചാൽ ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ അത് സ്വാധീനമാകും. അതിനു പകരം തന്നിഷ്ടത്തിൻ്റെ വഴിയിലേക്ക് തുറന്നു വിട്ടാൽ അപകടകരമായി അത് മാറുകയും ചെയ്യും. അപ്പോൾ വളരെ കൃത്യതയോട് കൂടിയിട്ട് എന്ത് ചോദിക്കണമെന്നും, അതുകൊണ്ടാണ് സങ്കീർത്തനം 69:13 പറയും, ഉചിതമെന്ന് തോന്നുമ്പോൾ ഉത്തരം തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. വീണ്ടും ജോബിൻ്റെ പുസ്തകം 30:20 പറയും, ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു, അങ്ങ് എനിക്ക് ഉത്തരം നൽകുന്നില്ല. എന്നുവെച്ചാൽ ഒരു ചോദ്യത്തിനും ഉത്തരത്തിനും ഇടയിലുള്ള ചില സാവകാശങ്ങളെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം. അതിനാനുപാതികമായിട്ടുള്ള കാത്തിരിപ്പിൻ്റെ നിറഭാവങ്ങൾ ജീവിതത്തിൽ നാം സ്വന്തമാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം കൃത്യമായി ചോദിക്കണം. 33:9 34:9 കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ തിരുവചനം പരിചയപ്പെടുത്തുന്നുണ്ട്. 33:9 ആദം നീ എവിടെയെന്ന് പർദീസായിൽ ആദത്തിനും ദൈവത്തിനും ഇടയിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. 4:9 കായനോട് സഹോദര ബന്ധം എവിടെയെന്ന്, നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇത്തരം ബൈബിളിലെ ചോദ്യങ്ങൾ പോലെ തന്നെ വ്യക്തിജീവിതത്തിലും ജീവിതാന്തസ്സിലുമൊക്കെ നിയതമായ ചോദ്യങ്ങൾ കൊണ്ട് നിഷ്ഠയുള്ള വഴികൾ കണ്ടെത്താൻ നമുക്ക് സാധ്യമാകണം. പുൽക്കൂട് ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയിൽ നാം ഇത് സ്വന്തമാക്കണം. വേണ്ട ചോദ്യങ്ങൾ ചോദിക്കാൻ, വേണ്ട വിധത്തിൽ ചോദിക്കാൻ, ഉത്തരത്തെ സ്വീകരിക്കാൻ. എനിക്കിഷ്ടമുള്ളതല്ല ഉത്തരം, ദൈവത്തിൻ്റെ ഉത്തരത്തെ സ്വീകരിക്കാൻ. പുതിയൊരു ട്രെൻഡ് അങ്ങനെയാണ്. ഞാൻ ചോദിക്കണ ചോദ്യത്തിന് എനിക്കിഷ്ടമുള്ള ഉത്തരം. ചില അധ്യാപകരുണ്ട് ഈ ശൈലിയൊക്കെ, ഞാൻ ഓർക്കുന്നുണ്ട്. ചില അധ്യാപകർ അവർ മനസ്സിലുദ്ദേശിച്ച ഉത്തരം നമ്മൾ പറയണം. അത് നമുക്ക് സാധ്യമല്ല. മാത്തമാറ്റിക്സിൻ്റെ ഉത്തരമാണെങ്കിൽ കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റും. അവർ മനസ്സിലെന്തുദ്ദേശിച്ചു എന്നത് പറയാനായിട്ടുള്ള ആ ദർശന വഴിയിലേക്കൊന്നും നമുക്ക് എത്താനാവില്ല. ഒരു കാര്യം സത്യമാ പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്രിസ്മസ് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന്, ക്രിസ്തു ജീവിതത്തോട് ചേർന്ന്, ആത്മീയതയോട് ചേർന്ന് നല്ല ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് വ്യക്തതയാർന്ന ഉത്തരത്തിൻ്റെ ഉറപ്പോട് കൂടിയിട്ട് സന്നിധാനത്ത് എത്താനായിട്ട് പറ്റിയാൽ നാം എത്തുന്നത് ജ്ഞാനികളെത്തിയ പുൽക്കൂട്ടിലും അനുഗ്രഹത്തോടു കൂടെ അട്ടിടയിലെത്തിയ പുൽക്കൂട്ടിലുമൊക്കെ ആയിരിക്കും. അവരൊക്കെ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു, വ്യക്തമായിട്ട് ഉത്തരത്തെ സ്വീകരിച്ചു, പുൽക്കൂടിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത് അനുഗ്രഹീതരായി. പരിശുദ്ധയമ്മയും കൃത്യമായിട്ട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. വ്യക്തമായിട്ട് ഉത്തരം കൊടുത്തു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ പരിശുദ്ധയമ്മ തൻ്റെ ജീവിതത്തിൽ, കൃപ നിറഞ്ഞവളായ പരിശുദ്ധയമ്മ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ധ്യാനാത്മകമായ, വചനധ്യാനാത്മകമായ യാത്ര ചെയ്ത് തൻ്റെ ചിന്താമണ്ഡലത്തെയൊക്കെ വിശുദ്ധീകരിച്ച് അമ്മ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ഒടുവിലെത്തിയത് പുൽക്കൂടിൻ്റെ ആ അനുഭവത്തിലേക്കാണ്. ഉണ്ണിയേശുവിനെ സ്വീകരിക്കാൻ നിൽക്കുന്ന അനുഭവത്തിലേക്കാണ്. അതാണ് ലൂക്കാ 1:38 നമ്മൾ വായിക്കുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി. 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് മാലാഖയിലൂടെ പരിശുദ്ധയമ്മയ്ക്ക് വെട്ടം കിട്ടിയപ്പം അമ്മ ഒരു തീരുമാനമെടുക്കുകയാണ്. എനിക്ക് കൃത്യതയോടുകൂടിയിട്ട് ഈ കാര്യങ്ങളെ സ്വീകരിക്കാനുള്ള പക്വതയോ ഒരുക്കമോ ആയിട്ടില്ല. ഒറ്റ മാർഗമേ ഇനി എൻ്റെ മുൻപിലുള്ളൂ. അത് അനുഗ്രഹത്തിൻ്റെ മാർഗമാണ്, അത് അഭിഷേകത്തിൻ്റെ വഴിയാണ്. അതാണ് ലൂക്കാ 1:38, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ക്രിസ്മസ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവമായിട്ടും അനുഗ്രഹമായിട്ടും രൂപാന്തരപ്പെടാൻ മാർഗം തേടി അലയേണ്ട ഒരൊറ്റ മാർഗമേ ഉള്ളൂ.
ആവർത്തിച്ച് ആവർത്തിച്ച് പരിശുദ്ധയമ്മ പറഞ്ഞതുപോലെ ഉത്തരമില്ലാത്ത ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും തീർക്കാനാവാത്ത സഹനാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒടുവിൽ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് ഹൃദയപൂർവ്വം ഒന്ന് ഏറ്റുപറയാനായിട്ട് സന്നദ്ധമായാൽ ജീവിതത്തിന് മാറ്റം വരാൻ തുടങ്ങും. കഴിഞ്ഞ ദിവസം കണ്ടുമുട്ടിയ ഒരു കുടുംബം ഏറെ പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ, പ്രതീക്ഷയോടെ രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. വൈദ്യശാസ്ത്രം അവർ ഗർഭിണിയായിരുന്ന കാലത്ത് തന്നെ വല്ലാതെ ഭയപ്പെടുത്തി, വൈകല്യങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ടും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അഭിഷേകത്തോടെ, അനുഗ്രഹത്തോടെ അവർ ആ തീർത്ഥയാത്ര കുഞ്ഞിൻ്റെ ജന്മത്തോളം തുടർന്നു. ഉണ്ടായി. അധികം വൈകാതെ വെന്റിലേറ്ററിലും അങ്ങനെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ 10, 60, 70 ദിവസം ഈ കുഞ്ഞ് കടന്നു പോവുകയാണ്. ചിന്തിക്കാൻ കഴിയാത്ത വിധം വലിയ സാമ്പത്തികമായ ബാധ്യതകൾ കടന്നു വന്നപ്പോഴും അത്ഭുതകരമായിട്ട് ദൈവം ജീസസ് യൂത്തിൻ്റെ കൂട്ടുകാരിലൂടെ അതിനെയൊക്കെ നികത്താനായിട്ടും അവിടെ അഭിഷേകത്തോടുകൂടെ ഇടപെടാനായിട്ടുമൊക്കെ ശ്രമിച്ചത് അവരാവർത്തിച്ച് പങ്കുവെക്കുകയുണ്ടായി. ഉത്തരമൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അവരവസാനം പറഞ്ഞത്, ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നുപോയൊരു കുഞ്ഞ്, ആ കുഞ്ഞിനെ ഒരു 10 ദിവസമെങ്കിലും ഞങ്ങൾക്ക് കൂടെ ഞങ്ങളുടെ വീട്ടിൽ ഓക്സിജൻ സപ്പോർട്ടോടു കൂടിയാണെങ്കിലും കൊണ്ടുവരാനായിട്ടും ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒരമ്മയുടെ, ഒരപ്പൻ്റെ അനുഭവത്തെ ആഴത്തിൽ ഹൃദയത്തിൽ ഒപ്പിയെടുക്കാനായിട്ടും ദൈവം കൃപ തന്നു. ഞങ്ങൾക്കത് മതി. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. ദൈവമേ, ഇത്രമാത്രം ഒരുക്കത്തോടും നന്മയോടും ധ്യാനാത്മകമായിട്ടും കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പം എന്തേ എന്നൊരു ചോദ്യം ഉണ്ടായപ്പം എൻ്റെ നാവിലൂടെ തമ്പുരാൻ പറഞ്ഞു കൊടുത്ത ഉത്തരം എങ്ങനെയാണ്? ദൈവം മുൻകൂട്ടി പദ്ധതി ഒരുക്കാതെ, റോമാലേഖനം 8:28 ഓർമ്മപ്പെടുത്തും പോലെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലം നന്മയ്ക്കായിട്ട് ക്രമീകരിക്കും. ആവർത്തിച്ച് പറയണം ഈ വചനം. അതുപോലെ തന്നെ ലൂക്കാ 1:37-38 ദൈവത്തിനൊന്നും അസാധ്യമല്ല. അവിടുത്തെ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ജോബ് 42:2 ഇതേ ആത്മീയ ചിന്ത നമ്മുടെ മുമ്പിൽ നൽകുക. കൃപയിൽ നിന്നും പരിശുദ്ധയമ്മ ആരംഭിച്ച് അമ്മ സമർപ്പണത്തോളം എത്തി പുൽക്കൂടിൻ്റെ മുൻപിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സജ്ജമായ ശാരീരിക, മാനസിക, വൈകാരിക അവസ്ഥയിലെത്തി. എന്നോടും നിങ്ങളോടും ഈ പുൽക്കൂട് തേടിയുള്ള പ്രയാണത്തിൽ തമ്പുരാൻ്റെ ഹൃദയപൂർവകമായ ഓർമ്മപ്പെടുത്തൽ ഇത് തന്നെയാണ്. നമുക്കും കൃപ നിറയാൻ വേണ്ടി കൊതിക്കാം. വചനത്തെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ ആത്മാർത്ഥമായ ശ്രമം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാം. ചിന്തയെ വിശുദ്ധീകരിച്ച് ആ ചിന്താമണ്ഡലത്തിൻ്റെ വഴിമാറലുകളെയൊക്കെ ദൈവത്തിൻ്റെ കൃപാഭിഷേകത്താൽ കൈകാര്യം ചെയ്യാം. ചോദ്യങ്ങൾ കൃത്യതയോടെ ചോദിച്ച് ഉത്തരങ്ങൾ ദൈവഹിതമാണെന്നുള്ള വിശ്വാസത്തോടെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ നമുക്ക് നമ്മൾ തന്നെ രൂപാന്തരപ്പെടുത്താം. എന്നിട്ടും ജീവിതം വല്ലാതെ തേങ്ങുമ്പം എന്തേ ദൈവം ഉപേക്ഷിച്ചോ എന്ന സങ്കടത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ, ഭാരത്തിൻ്റെ അനുഭവങ്ങളിലൂടെ എത്തുമ്പം ആവർത്തിച്ച് മനസ്സിൽ അടിവരയിട്ട് ആത്മസമർപ്പണത്തിൻ്റെ ആ അമ്മവാക്യത്തെ നമുക്കും സ്വന്തമാക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഈ യാത്രയാവട്ടെ പുൽക്കൂട് ലക്ഷ്യമാക്കിയുള്ള ഈ ദിനങ്ങളിൽ കരുത്തായി മാറുന്നത്. അമ്മയൊരുങ്ങിയതുപോലെ നമുക്കും ഒരുങ്ങാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, പുൽക്കൂട്ടിൽ അങ്ങയെ സ്വന്തമാക്കാനുള്ള ഞങ്ങളുടെ ഈ ആത്മീയ യാത്ര അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പം പരിശുദ്ധയമ്മ ഒരുങ്ങിയ ആ ആത്മീയ ചൈതന്യ വഴി ഞങ്ങളുടെ വഴിയാവട്ടെ. ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞ പരിശുദ്ധയമ്മ. ലോകമിന്ന് ബ്യൂട്ടിഫുള്ളാകാൻ ശ്രമിക്കുമ്പം ഗ്രേസ്ഫുള്ളാകുന്ന ജീവിതങ്ങൾക്കാണ് പുൽക്കൂട് അനുഭവങ്ങൾ ഒരുക്കുന്നത് എന്ന് മറക്കാതിരിക്കട്ടെ. കുടുംബത്തെ, ജീവിത സാഹചര്യങ്ങളെ മുഴുവനും കൃപ നിറയ്ക്കണേ. ഹൃദയത്തെ വചനം കൊണ്ട് നിറയ്ക്കണേ. ചിന്തകളെ വിശുദ്ധീകരിക്കണേ. ചോദ്യ ഉത്തര ഇടങ്ങളെ സ്വർഗം സ്വപ്നം കാണും വിധം ഒന്ന് രൂപാന്തരപ്പെടുത്താൻ കൃപയേകണേ. ഒടുവിൽ സമർപ്പണം കൊണ്ട് സമ്പന്നമായ ഒരു ജീവിതമാക്കി പുൽക്കൂട് മുമ്പിൽ ഞങ്ങളെ എത്തിക്കണേ. പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തോടെ ഒരുങ്ങാം. എല്ലാ ദൈവാനുഗ്രഹങ്ങളും കൃപകളും നമുക്ക് ലഭിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.